ആലുവയ്ക്കും പുക്കാട്ടുപടിക്കും മിഡിലായിട്ട് കുഞ്ചാട്ടുകര എന്ന് പറഞ്ഞ ജംഗ്ഷനടുത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഒരു വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന വീടും കൂടിയാണ്. 5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ സ്റ്റഡിയാണ്. സ്റ്റഡി ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് തിയേറ്റർ സ്പേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എലവേഷൻ വരുന്നത് നമ്മൾ ലക്കി ഭാസ്കർ സിനിമ കണ്ടിട്ടില്ലേ, അതിൽ മഗധ ബാങ്കിൻ്റെ ഒരു ഷേപ്പാണ്. ശരിക്കും ഇതൊരു ഓൾഡ് ഡിസൈനാണ്. ഓൾഡ് എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ ഡിസൈനാണ്. ഒരു പാലസിനെയൊക്കെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഡിസൈനും കൂടിയാണ്. നിയോ ക്ലാസിക് ഡിസൈൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വീതി കൂടിയ ഇന്റേണൽ ടാർ റോഡാണ് ഇതിന് വന്നുള്ളത്. നേരെ നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. കോമ്പൗണ്ടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഇതിൻ്റെ ഗേറ്റിൻ്റെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം 3-4 ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ് ഒരു സൈഡിലും, അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് ഡിസൈൻ ചെയ്തിട്ട് സ്ട്രൈറ്റ് ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. അതായത് പ്രധാന എൻട്രൻസിലേക്ക് കയറുന്ന ഭാഗത്ത് 2 പില്ലറിൽ ആൻറ്റിക് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ അകത്തേക്ക് വരികയാണ്. ഇരുവശങ്ങളിലായിട്ട് നമുക്ക് കാറ് പാർക്ക് ചെയ്യാവുന്നതാണ്. അവിടെയും ഇവിടെയായിട്ട്, അതായത് ലെഫ്റ്റും റൈറ്റും ആയിട്ട് നമുക്ക് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇണങ്ങുന്ന രീതിയിൽ ഇതിൻ്റെ പോർച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നേരെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് എൻ്റർ ആവുകയാണ്. അപ്പോൾ ഇതിൻ്റെ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ടൈൽ വരുന്നുണ്ട്. നാനോ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് എലിവേഷന് ചേരുന്ന രീതിയിൽ വലിപ്പമുള്ള തൂണുകളിലാണ് ഇതിൻ്റെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുതന്നെയാണ് ഈ എലിവേഷൻ്റെ പ്രത്യേകതയും. നേരെ നമ്മൾ അകത്തേക്ക് വരികയാണ്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റിലേക്കാണ് നേരെ തുറക്കുന്നത്. അതുപോലെ തന്നെ വലിപ്പമുള്ള ഡോറുകൾ വന്നിട്ടുണ്ട്. ഇതും വൈറ്റ് കളറിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നേരെ നമുക്ക് ലിവിങ് സ്പേസിലേക്ക് വരാം. ലിവിങ് സ്പേസിലേക്ക് കയറുന്ന എൻട്രൻസിൽ നിന്ന് സ്ട്രെയിറ്റ് കിച്ചൻ്റെ എൻട്രൻസ് വരെ ആയിട്ട് ഇതിന് ടൈലിന് കളർ പാറ്റേണിൽ മാറ്റം വരുന്നുണ്ട്. മാറ്റ് ടൈലാണ് ഇത് വന്നുള്ളത്. ഇത് ഗ്ലോസിയാണ് റൈറ്റ് സൈഡിൽ വന്നുള്ളത്. അത് 4x2 ആണ്. നേരെ ഫ്രണ്ടിലേക്ക് വരികയാണ്. ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസും കൂടിയാണ്. അപ്പോൾ ഈ ഡബിൾ ഹൈറ്റിന് മേലെയായിട്ട് ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാസീലും വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് സ്പേസ് ആണ്. ഫ്രണ്ടിലായിട്ട് ഫ്രഞ്ച് വിൻഡോ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സി ടൈപ്പിൽ നമുക്ക് സോഫ സെറ്റ് ഇടാവുന്നതാണ്. ഈ ഭാഗത്തും ഈ ഭാഗത്തുമായിട്ടൊക്കെ നമുക്ക് സോഫ സെറ്റ് കൊടുക്കാം. ഫ്രണ്ടിലൊരു ടീപ്പോ കൊടുക്കാം. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസും നമുക്ക് ഇവിടെയുണ്ട്. അതിന് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ലാമിനേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന എൻട്രൻസിന് മേലെയായിട്ടും ഫാർ സീലിംഗിൽ വർക്കിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. മേലെ ഒരു വുഡിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ വരുന്നുണ്ട്. നേരെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. കയറി വരുമ്പോൾ തന്നെയായിട്ട് റൈറ്റ് സൈഡിൽ ഭിത്തി ഭംഗിയായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതും ഫൈബർ ലാമിനേഷനാണ് വന്നുള്ളത്. വുഡിൻ്റെ ഒരു ടെക്സ്ചറാണ് വന്നുള്ളത്. മേലെയായിട്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർട്ട് വർക്കുകളൊക്കെ നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ നിന്ന് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഡോറ് വരുന്നുണ്ട്. ടഫൻഡ് ഗ്ലാസ് ആണ് വന്നുള്ളത്. ഇതിന് സ്ട്രോങ് ആക്കാനായിട്ട് ഗ്രില്ല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ളൊരു ഡൈനിങ് ടേബിൾ നമുക്കിവിടെ വയ്ക്കാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ സ്റ്റെയറിനടി ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടാണ് ഇതിന് വാഷ് ഏരിയ കൊടുത്തുള്ളത്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള വാഷ് സ്പേസും വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി മിററും ലൈറ്റും വരാനുണ്ട്. ഇനി കിച്ചണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. 2 സെക്ഷനായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ബാർ ചെയറോ ബാർ സ്റ്റൂളോ ഇടാവുന്നതാണ്. അതുപോലെ നമുക്ക് ആ സ്പേസിലും ഇടാവുന്നതാണ്. മേലെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ തൂക്കാവുന്ന, അത് കൂടാതെ തന്നെ നമുക്ക് ചെടികൾ വെക്കാവുന്ന രീതിയിൽ, അതായത് ഇൻഡോർ പ്ലാന്റ്സുകൾ കൊടുക്കാവുന്ന രീതിയിൽ നമുക്ക് മേലെ സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനി കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ ടൈൽ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നാനോ വൈറ്റ് ആണ്. ഇതാണ് ഈസ്റ്റ് സൈഡ്. ഇത് നോർത്ത് സൈഡും കൂടിയാണ്. അപ്പം ഇവിടെയായിട്ട്, അതായത് ഈസ്റ്റിലേക്ക് കുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഫുഡും ഹോബൊക്കെ അറേഞ്ച് ചെയ്യാം. കയ്യെത്തുന്ന ദൂരത്തെല്ലാം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ടാൻഡം ബോക്സിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓട്ടോ ക്ലോസും കൂടിയാണ്. ഫ്രിഡ്ജാണ്, വലിപ്പമുള്ള ഫ്രിഡ്ജാണെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. പവർ പോയിൻ്റ് വന്നിട്ടുണ്ട്. ലെഗ് ആൻഡ് സ്വിച്ചസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പവർ സോക്കറ്റുകളും അവൈലബിൾ ആണ്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ഔട്ട്സൈഡിലേക്ക് വരികയാണ്.
കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗമാണ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ള് നമ്മൾ ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പേസ് നമുക്ക് വർക്ക് ഏരിയയായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ വാഷിംഗ് മെഷീനിലുള്ള പവർ പോയിൻറ്റും വാട്ടർ പോയിൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കിണർ വരുന്നുണ്ട്, നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. താഴെ ഇതിന് 2 ബെഡ്റൂമുകളാണുള്ളത്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോകാം. സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ കളർ തീമിൽ ഒരു മാറ്റമുണ്ട്. താഴെ വേറൊരു കളറും മേലെ വൈറ്റുമാണ്. അതിൽ സെപ്പറേഷൻ വരുന്നത് ഒരു വുഡിൻ്റെ ഒരു ബീഡിങ്ങും കൂടിയാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു 13 അടി നീളവും 10.5 അടി വീതിയുമാണ്. മേലെ ഭംഗിയായിട്ട് വാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് കബോർഡ് കൊടുത്തിരിക്കുകയാണ്. സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ബാത്റൂമിലേക്കാണ് വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ വാഷ് ബേസിനാണ്, സെറയുടെ ഫിറ്റിങ്സ് ആണ്. ഇനി മിററും ലൈറ്റും ഇവിടെ വരാനുണ്ട്. നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഫുൾ മാറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജാഗ്വറിൻ്റെ ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്. ഇത് കൂടാതെ തന്നെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് വാൽവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ വൺസ് ഒന്ന് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അതേ ടൈമിൽ ഫ്ലഷ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ തന്നെ ഇവിടെ വിൻഡോസും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇതിന് ബെഡ്റൂം വന്നിട്ടുണ്ട്. 14 അടി നീളവും 10 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ആർ സീലിംഗിൽ ഗംഭീരമായുള്ളൊരു വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെ സ്ലൈഡിങ് കബോർഡുകളും അവൈലബിൾ ആണ്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമ്മൾ മേലേക്കാണ് പോകുന്നത്. അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. കയറുന്ന സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് നല്ല വിഡ്ത്തിലാണ്. അതായത് അത്യാവശ്യം വീതി കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഫ്രെയിമിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. നേരെ മേലേക്ക് കയറാം. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി ഗ്ലാസിൻ്റെ ഒരു ഹാൻഡിലിൻ്റെ വർക്കും കൂടി വരും, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. താഴത്തെ അതേ രീതിയിലുള്ളൊരു ഓപ്പണിങ് നമുക്ക് ഇവിടെയുണ്ട്. അതായത് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗമാണ്. ഇങ്ങനെ നമ്മൾ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന രീതിയിലാണ് സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹാൻഡിൽ വരുന്നുണ്ട്. ഇനി അല്പം കൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാനുണ്ട്. ഇനി മേലേക്ക് വരികയാണ്. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു പവർ പോക്കറ്റ് ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ആൻറ്റിക് സാധനങ്ങൾ വെക്കാം, അല്ലെങ്കിൽ അയൺ ടേബിൾ വല്ലതൊക്കെ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഒരു എൽ ഷേപ്പിലാണ്, നമുക്കൊരു കോറിഡോറിലേക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസ് കിടക്കുന്നത്. നേരെ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. സൗത്ത് ഈസ്റ്റിലുള്ള ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. 14 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് വാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരുന്ന ഭാഗം നോക്കാം. ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിന് സൈഡിലായിട്ടാണ് കബോർഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ സ്പേസ് ഉണ്ട്. അഡീഷണൽ കബോർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതുമാണ്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, കൗണ്ടർ വാഷ് ബേസിൻ തന്നെയാണ്. സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മിററും ലൈറ്റ് ഇനി വരാനുണ്ട്. ജാഗ്വറിൻ്റെ ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് വാൽവാണ്. താഴെ മേലേക്ക് മാറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നതും സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ്. ഏകദേശം ഒരു 13 അടി നീളവും 10.5 അടി വീതിയും വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ ഇവിടെയും വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഒരു സ്പേസ് ഒന്ന് മാറിയിട്ടാണ്. കയറി വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കബോർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാത്റൂമിലേക്ക് വരാം. കൗണ്ടർ വാഷ് ബേസിൻ, സ്റ്റോറേജ് സ്പേസ്, ജാഗ്വറിൻ്റെ ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാറ്റ് ടൈലാണ് എല്ലാ ബാത്റൂമിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റഡി സ്പേസിലേക്ക് വരാം. ശരിക്കും ഇതിനെ മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഓഫീസ് റൂമായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ
ഹോം തിയേറ്റർ സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം, സ്റ്റഡി റൂം ആയിട്ട് യൂസ് ചെയ്യാം, എല്ലാത്തിനും പറ്റിയൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ മേലെ ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ധാരാളം പവർ സോക്കറ്റുകൾ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഹോം തിയേറ്ററും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നല്ലൊരു ഹോം തിയേറ്റർ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. നേരെ ബാൽക്കണിയിലേക്ക് വരാം. ബാൽക്കണിയിലേക്ക് പോകുന്ന എൻട്രൻസിൽ നിന്ന് തന്നെ, അതായത് അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് ഡൈനിങ്ങിലേക്കും വ്യൂ ഉണ്ട്, ലിവിങ് സ്പേസിലേക്കും വ്യൂ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. നല്ലൊരു ബാൽക്കണി ഇട്ടിട്ടുണ്ട്. നല്ല ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണാവുന്ന രീതിയിലാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടൈൽ ഒരു വുഡിൻ്റെ ടെക്സ്റ്റുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലെല്ലാം സിലിണ്ടറിക്കൽ ലൈറ്റ് വരുന്നുണ്ട്, ആൻറ്റിക് ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ആലുവയ്ക്കും പുക്കാട്ടുപടിക്കും മിഡിലായിട്ട് കുഞ്ചാട്ടേറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്തായിട്ടൊരു പ്രോജക്റ്റിനകത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ സ്റ്റഡിയാണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 1,25,00,000 രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. കണ്ടുമറന്ന ടിപ്പിക്കൽ എലവേഷൻ ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ട് വീട് ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ, വീടെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന വീടുകൾ അതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.